ഇവന്മാർ ഈ നാട് നശിപ്പിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ ഇവന്മാർ നശിപ്പിക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ തലമുറയും വഴിതെറ്റും. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ചൊറിയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചൊറിയുന്ന വിഭാഗക്കാരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടായിട്ടും തൊഴിലെടുക്കാനായിട്ട് തൊഴിലാളികളുണ്ടായിട്ടും അവരെ ഒന്നും വകവെക്കാതെ ബംഗാളികളെ അല്ലെങ്കിൽ ഈ പറയുന്ന വടക്കേ ഇന്ത്യക്കാരെ കൊണ്ടേ ഉണ്ടാക്കിക്കുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മുതലാളിമാരുണ്ട്. ഞാൻ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ചൊറിയുമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മലയാളികൾ, പിന്നെ മലയാളികളെയും നമ്മൾ എല്ലാവരെയും ഞാൻ ഈ നല്ല വെളുപ്പിക്കല്ല, തൊഴിൽ കൊടുത്താലും കൊടുക്കുന്നവനായിട്ട് പണി കൊടുക്കുന്നവന്മാരുണ്ട്. ഇപ്പം ഒരു തൊഴിൽ ആരെങ്കിലും വിളിച്ചു കൊടുത്താൽ കൊടുക്കുന്നവനായിട്ട് 8ന്റെ പണി കൊടുത്തിട്ട് പോണവന്മാരുമുണ്ട്. അപ്പം അവർ കാരണം തന്നെയാണ് ഈ പറയുന്ന അങ്ങനെയുള്ളവന്മാർ കാരണമാണ് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിലെടുക്കാനുള്ള കാരണം. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് മടിയും, പിന്നെ അതുപോലെ തന്നെ കണ്ടല്ലേ ജംഗ്ഷനിലൊക്കെ എത്ര ഈ നേരം വെളുക്കുമ്പോൾ രണ്ടെണ്ണം അടിച്ചൊരു ബീഡിയും പോച്ചണ്ട് വന്ന് ജംഗ്ഷനിൽ മാറി കുത്തിയിരുന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എടാ വല്ല പണിക്കും പോ. പണിയില്ലാഞ്ഞിട്ടൊന്നുമില്ല, പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകത്തില്ല. വീട്ടിൽ ഈ പറയുന്ന പോലെ മാറി ജംഗ്ഷനിൽ ഇരുന്നിട്ട് ഈ വഴിയേം പോണേം ചെയ്യുന്ന ആളുകളെയും കണ്ട് പെണ്ണുങ്ങളെയും ശല്യപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഈ തോന്നിയ കാണിച്ച് ലാസ്റ്റ് എന്ത് പറ്റി? ഇപ്പം ബംഗാളികളും പിന്നെ വടക്കേ ഇന്ത്യക്കാരൊക്കെ കയറി നിരങ്ങിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഫോൾട്ട് എന്താണെന്നറിയോ? ഇന്നത്തെ വാർത്ത, ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഇന്നത്തെ വാർത്തയാണ്. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചെന്നറിയോ, 15 പേർക്കാണ് 15 പേർക്ക് ഇന്ന് മാത്രം, ഇന്നലെ ഇന്നുമായിട്ടുള്ള ചെക്കിങ്ങിൽ 15 പേർക്കാണ് പെരുമ്പാവൂർ എയ്ഡ്സ് HIV എന്ന് പറയുന്ന രോഗം. അത് ഈ പറയുന്ന ഒരുപാട് പിന്നെ മുതിർന്ന് വലിയ ആളുകൾക്കൊന്നുമല്ല, ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ വരെ, കൗമാരക്കാരായിട്ടുള്ള ആളുകളിൽ വരെ HIV 15 പേരോളം ആളുകളിൽ HIV സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഇപ്പോൾ ഞാൻ റിപ്പോർട്ടിൽ കണ്ടു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അതും ഈ പറയുന്ന മലയാളികളിലും ഉണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് കൂടുതലും. അവരിലാണ് 15 പേരിൽ ഇങ്ങനെ അവരുടെ ഈ കോളനി, ബായ് കോളനി ഇല്ലേ,